എൻ്റെ പേര് ഷിജി ജോൺ. തെക്കുംപറമ്പിൽ ജോൺ എബ്രഹാമിൻ്റെ വൈഫാണ് ഞാൻ. കഴിഞ്ഞ വർഷം ഒരു കുട്ടിയെ ഇവിടെ പൂ വാങ്ങിക്കാൻ വന്നു. അന്നേരം ഇവിടെ ഒരു തുമ്പച്ചെടി നിൽക്കണം കണ്ടിട്ട് ആ കൊച്ചെന്നോട് ചോദിച്ചു, പൂ പറിച്ചോട്ടെ, ഈ തുമ്പപ്പൂ ഞാനൊന്ന് പറിച്ചോട്ടെ എന്ന് ചോദിച്ചു. അപ്പം അതിനെന്താ അങ്ങനെ ചോദിക്കാൻ കാര്യം എന്താണെന്ന് ചോദിച്ചപ്പോഴേ പറയുക, ഈ തുമ്പയൊന്നും ഇപ്പോൾ കാണാൻ കിട്ടാറില്ല, ഞങ്ങളുടെ അവിടെയൊന്നും ഇപ്പോൾ ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ തവണ ഞാൻ ഇത് ട്രാക്ടർ പൂട്ടി ഇട്ട് കഴിഞ്ഞപ്പോൾ കുറച്ച് നാൾ ഇവിടെ കിടക്കേണ്ടി വന്നു. എനിക്ക് ഇച്ചിരി അസൗകര്യം ഉണ്ടായിരുന്നു നടാനായിട്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് ഇറങ്ങുമ്പോൾ മുഴുവൻ തുമ്പ മുളച്ച് നിൽക്കണതാണ് കണ്ടത്. അത് കാരണം ഞാൻ അപ്പോൾ ആ കൊച്ചു പറഞ്ഞത് ഞാൻ ഓർത്തു. അത് കാരണം ഇത്തവണ ഞാൻ അവിടെ തുമ്പയൊന്നും പറിച്ചു കളഞ്ഞില്ല. അപ്പോൾ ഇപ്പോൾ എനിക്ക് രാവിലെ വന്ന് നോക്കുമ്പോൾ ഒത്തിരി തുമ്പപ്പൂവ് ഇങ്ങനെ നിൽക്കണത് കാണുമ്പോൾ എനിക്കൊരു ഭയങ്കര ഒരു സന്തോഷം തോന്നി. അപ്പോൾ ഓണക്കാലത്ത് തുമ്പയ്ക്ക് ഏറെ പ്രത്യേകതകളുള്ളതാണെന്നാണ് ഞാൻ മനസ്സിലാക്കണത്. ഇഷ്ടംപോലെ തേനീച്ചകളും പൂമ്പാറ്റകളും രാവിലെ ഇവിടെ വന്ന് നോക്കുമ്പോൾ കാണാൻ പറ്റുന്നുണ്ട്. അതൊക്കെ എനിക്കൊരു സന്തോഷം. അവർക്കും തേൻ ഊറ്റിയെടുക്കാനുള്ള ഒരു ഉപാധി കൂടി ആയല്ലോ ഈ തുമ്പപ്പൂവ്. അത് കാണുമ്പോഴും നമുക്ക് മനസ്സിന് ഒരു സന്തോഷമാണ്. എന്നും രാവിലെ വന്ന് ഇതിനെ കൂടിയൊക്കെ നടക്കുമ്പോൾ നമ്മുടെ ടെൻഷനുകളെല്ലാം പോവും. കുറച്ച് നേരം ഇതിലെ കൂടിയൊക്കെ നടക്കും. ഇപ്പം ഇത് കാണുമ്പോൾ ഇപ്പം നമ്മുടെ നാട്ടിൽ അന്യം നിന്ന് പോണ ഒരു ചെടിയാണ് തുമ്പ എന്നാണ് തോന്നണത്. അതുപോലെ മുക്കൂറ്റിയും ഇപ്പം ഇവിടെ കാണാറില്ല. നേരത്തെ മുക്കൂറ്റിയൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു, ഇപ്പം മുക്കൂറ്റിയൊന്നും കാണാറില്ല. തുമ്പയും മുക്കൂറ്റിയൊക്കെയാണ് എൻ്റെ ചെറുപ്പകാലത്തിൽ പൂവിടണം എന്ന് പറയുമ്പോൾ നമ്മൾ പറിച്ചുകൊണ്ട് നടക്കണ പൂവ് കാക്കപ്പൂവും തുമ്പപ്പൂവും മുക്കൂറ്റിയൊക്കെയാണ്. ഇപ്പോൾ തുമ്പ എന്തായാലും ഇവിടെ ഈ നമ്മുടെ തൊടിയിൽ ഇഷ്ടംപോലെ ഉണ്ട്, നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട്. ദശപുഷ്പങ്ങളിൽപ്പെട്ട ഒന്നാണ് തുമ്പ.